ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ്. വസ്തുക്കളെക്കാളും മൂല്യമേറിയതാണ് അനുഭവങ്ങൾ. കാരണം ഓർമ്മകളാണ് ജീവിതത്തിലെ യഥാർത്ഥ നിധി. ഇന്ന് മുഖം തിരിച്ച് നടക്കുന്ന പലരും ഒരിക്കൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുഞ്ചിരി സമ്മാനിച്ചവരായിരുന്നു. ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെങ്കിലും ദൈവം ഒരുക്കുമെന്ന് ഉറപ്പാണ്. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയൂ. ഏതു പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലിലും കുറ്റപ്പെടുത്തലിലും നമുക്കുള്ള പ്രചോദനമാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായ ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമല്ല. കയറിപ്പോയ പടികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക. തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ വിഷമിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക. ആത്മാർത്ഥമായി സ്നേഹിക്കുക. കരുതുന്ന ഒരു കരങ്ങളായി മാറുക. ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. നിങ്ങളിൽ ചതിക്കാൻ തുടങ്ങുന്ന ഒരു പുരുഷൻ ആദ്യം തന്നെ നിങ്ങളുടെ പദ്ധതികൾ മുൻകൂട്ടി അറിയാൻ തുടങ്ങും. താങ്ങി നിർത്താൻ ആരുമില്ലെന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഓരോ പ്രതിസന്ധിയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.